അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. നേരം നമ്മളിവിടെ അബുദാബി മദീന സൈഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പം നമ്മളും അവിടെ കൂട്ടുകാരും എല്ലാം ഉണ്ട്. സംഭവം അടിപൊളി ടേസ്റ്റുള്ളൊരു കടയാണ്. അപ്പം ഇന്ത്യൻ ഫുഡും പാകിസ്ഥാൻ ഫുഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ മസാലയുടെ ടേസ്റ്റും ഇവരുടെ മസാലയുടെ ടേസ്റ്റും ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പം അത് നമ്മൾ കഴിച്ചിട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. അതുപോലെ മട്ടൻ്റെ ഐറ്റംസാണ് നമ്മളിന്ന് കൂടുതൽ മേടിക്കാൻ പോകുന്നത്. അന്നേരം അതുകൂടെ കഴിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ വന്നിട്ടുള്ള ഈ കടയുടെ വെളിയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടയുടെ പേര് ബാനോ വസിറിസ്ഥാൻ എന്നാണ്. ഉള്ളിലാണ് നല്ലൊരു ബാർ സെറ്റപ്പ്, ഇൻറ്റീരിയർ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ളതാണ്. വീക്കെൻഡും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. ഇതാണ് ഒരു സ്വീറ്റാണ് ഇവരുടെ. കൂട്ടുകാരുണ്ട്, അശ്വറുണ്ട്, നമ്മുടെ മാജിദ് ഭായ് ഉണ്ട്, ശബരീഷ് ഉണ്ട്. ഓക്കെ, ഇനി ഒരാളും കൂടി വരാനുണ്ട്. വന്നതിന് ശേഷം നമ്മൾ ഇന്ന് പാകിസ്ഥാനി ഫുഡാണ് ഓർഡർ ചെയ്യുന്നത്. നമ്മുടെ ഫുഡെല്ലാം പുള്ളിയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് കുറേ ഐറ്റംസ് വരാനുണ്ട്. चिकन कढ़ाई मटन का दूसरा क्या है? मटन कढ़ाई एक दे दो। एक मटन कढ़ाई कितना 20 25 30 20 का दे दो। 20 का एक मटन कढ़ाई 20 का एक नमकीन. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് മട്ടൻ കരായും അതുപോലെ മട്ടൻ നംകിൻ എന്ന് പറഞ്ഞ 2 ഡിഷാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കൂടെ 4 റൊട്ടിയും ഒരു പുലാവും കൂടിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആഹാരം വന്നിട്ടുണ്ട്. ഇതുണ്ട്, നല്ല ചൂട് തിളയ്ക്കുന്ന ചട്ടിയിൽ തന്നെയാണ് മട്ടൻ കടായി നമുക്ക് തന്നേക്കുന്നത്. ഉണ്ടോ, നല്ല ചൂടുണ്ട്, ഇപ്പോഴും നല്ല ചൂടോടെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കഴിക്കുന്ന ഫുഡേ നമുക്ക് ഇതിൻ്റെ ചൂട് കിട്ടും. എങ്ങനെയുണ്ട് അശ്വറേ? സംഭവം കൊള്ളാം, സെറ്റല്ലേ? നല്ല ചൂടല്ലേ? സാധനം ഇന്ത്യക്കാർക്ക് വെറൈറ്റി ടേസ്റ്റാണ്. കാര്യം പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല, ഇത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമുക്ക് ഡൈനിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് തറയിലിരുന്ന് കഴിക്കേണ്ടവർക്ക് തറയിലിരുന്ന് കഴിക്കാനും അവിടെ മാറ്റും. അതുപോലെ തന്നെ കസാരയിലിരുന്ന് കഴിക്കേണ്ടവർക്ക് കസാരയിലിരുന്ന് കഴിക്കാം. അതുപോലെ തന്നെ ഒരു ഡൈനിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിന് വെളിയിലാണ്. ഞങ്ങളോടുള്ള ഈ പ്രായമുള്ള പുള്ളി പാകിസ്ഥാൻ പട്ടാൻ വർഗത്തിൽപ്പെട്ട ഒരാളാണ്. പുള്ളി അവരുടെ ഭാഷയിൽ പറയുന്നു വേഗം കൊണ്ടുവരാൻ. ഹോട്ടൽ നല്ല തിരക്കാണ്. ഇത് മട്ടൻ നംകിൻ എന്ന് പറയുന്നതാണ്. അതായത് പുള്ളി പറയുന്ന അവരുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ് ഇത്. മട്ടൻ ഉപ്പിലിട്ടതെന്ന് പറയും. ഉപ്പിലിട്ട് കുറേ നാൾ വെച്ചതല്ല, ഉപ്പാണ് അതിൻ്റെ അത് മെയിനായിട്ട് വരുന്നത്. ഇത് നമുക്കിപ്പോൾ അടുത്ത വന്നിട്ടുണ്ട് മട്ടൻ ബന്നോ പുലാവ്. ഇതിനകത്താണ് നമുക്ക് ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ഉണ്ട് സാധനം. അത് അത്യാവശ്യം മട്ടൻ പീസുകളെല്ലാം ഉണ്ട്. സാധനം കിടുവായിരിക്കും. നമുക്ക് കഴിച്ചു നോക്കാം, കഴിച്ചു നോക്കിയിട്ട് പറയാം. സാധനം അടിപൊളി കേട്ടോ. സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി ഓയിലാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇവരുടെ എല്ലാ ഫുഡിനും ഇച്ചിരി ഓയിലാണ്, പക്ഷേ ടേസ്റ്റിൻ്റെ ആയിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. അടിപൊളിയാണ്. ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അശ്വറേ? സൂപ്പറായിട്ട് മട്ടൻ്റെ ഒറിജിനൽ ഫ്ലേവർ. കാരണം മട്ടൻ്റെ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചത് കറക്റ്റ്. ആ മട്ടൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ പേരും കൂടെ പറഞ്ഞു. നംകിൻ, മട്ടൻ നംകിൻ. ഉപ്പ്. അശ്വറേ എങ്ങനെയുണ്ടാ സംഭവം? എല്ലാ ഫുഡും അടിപൊളി. മട്ടൻ കടായി അടിപൊളി, മട്ടൻ നംകിൻ അടിപൊളി, ബന്നോ പുലാവ് അടിപൊളി, എല്ലാം അടിപൊളി. ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളി. ठीक है, ओके, अच्छा है, अടിപൊളി. ഇതിപ്പോൾ നമ്മൾ കഴിച്ചിട്ടൊരു യുദ്ധക്കളം പോലെ ആക്കിയിട്ടുണ്ട്. ഒരു മട്ടനെ തല്ലി കൊന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ പ്ലേറ്റുകളും കാര്യങ്ങളൊന്നും അല്ല, എല്ലാം പ്ലാസ്റ്റിക്കിലാണ് സംഭവം ചെയ്യുന്നത്. എല്ലാവരും തറയിലിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. കസാര വേണ്ടവർക്ക് കസാരയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. അതെ, എങ്ങനെയുണ്ട് പിള്ളേരെ? അടിപൊളി. മട്ടന്റെ ഒറിജിനൽ ടേസ്റ്റ് അല്ലേ?
എന്താണ് ഇതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടത്? നംകീൻ എനിക്ക് ഇഷ്ടപ്പെട്ട നംകീൻ മട്ടൻ്റെ പ്യൂർ ഫ്ലേവർ. അതെ, ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ആദ്യം നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. അതിന്റെ എപ്പോഴും കഴിക്കുമ്പോൾ മട്ടൻ്റെ മറ്റേ സ്മെല്ലും കാരണം നമുക്ക് കഴിക്കാം. പക്ഷെ ഇവിടുത്തെ നല്ല അടിപൊളിയാണ്. സ്മെല്ലും കാര്യങ്ങളും. ഓയില് ചോദിച്ചപ്പോൾ ഒലീവ് ഓയിൽ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ദേഹത്തിന് വലിയ അതെ 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 ഡൈജഷനും ഒന്നും അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അധികം പാകിസ്ഥാനി ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു അതെ 2 ആഴ്ച 2 മാസത്തിലൊക്കെ ഒരിക്കലും ഒന്ന് കഴിച്ചു നോക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇച്ചിരി ഓയിലി ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ് സാധനം. അപ്പം ഗൈസ് നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സോളമൻ എന്തേലും പറ ഫുഡ്. ഓക്കെ, അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വ്ളോഗ് കുറേ ട്രൈ ചെയ്യേണ്ടതാണ്. അതെ അതെ. അപ്പം കുറേ നാളായി വ്ളോഗ് എടുത്തിട്ടും നേരം ഇനിയും തൊട്ട് വ്ളോഗ് മാസത്തിലൊരിക്കലോ 2 ആഴ്ചയിലൊക്കെ ഒരിക്കലും ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ജോലിയുടെ തിരക്ക് കൊണ്ടൊക്കെയാണ് വ്ളോഗ് വിട്ടു പോകുന്നത്. എന്നിട്ട് ഇവിടെ നല്ല കഷ്ടപ്പാടൊക്കെയാണ്. നാട്ടിലെ ഒരു സെറ്റപ്പ് അല്ല. കണ്ട ആൾക്കാർ പോകുന്നുണ്ടോ? ഓക്കെ. അന്നേരം നിങ്ങൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്ന കമൻ്റ് ഒക്കെ ഇടുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വ്ളോഗ് കാണാം. സീ യു ഗൈസ്.